എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല. പ്രേമലേഖനം മെരുതില്ല. ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മലയാളത്തിൻ്റെ പെരുന്തച്ഛനായ എം.ടി. വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ വരികളാണിവ. എം.ടിയുടെ തൂലികയിൽ പിറന്ന ഓരോ വരികൾക്കും അന്നും ഇന്നും അത്രമേൽ ജീവനുണ്ടായിരുന്നു. 1933 പാലക്കാട് കൂടല്ലൂരിൽ ടി നാരായണൻ നായരുടെയും അമ്മാടു അമ്മയുടെയും 4 മക്കളിൽ ഇളയവനായി ജനനം. 20-ാം വയസ്സിൽ ന്യൂയോർക്ക് ഹെർലാൻഡ് ട്രിബ്യൂൺ നടത്തിയ വേൾഡ് ചെറുകഥ മത്സരത്തിൽ മികച്ച മലയാള ചെറുകഥയ്ക്കുള്ള സമ്മാനവുമായാണ് എം.ടി എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നത്. പിന്നീട് എം.ടി തൊട്ട മേഖലകൾ എല്ലാം പൊന്നായിരുന്നു. തിരക്കഥകൾ, ചെറുകഥകൾ, യാത്രാ വിവരണങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ഉപന്യാസങ്ങൾ എന്നിവയൊക്കെ കാലങ്ങൾക്കിപ്പുറവും തൂലികയിൽ നിന്നും മായാതെ നിന്നു. നാലുകെട്ട്, രണ്ടാം ഊരം, അസുരവിത്ത്, പെരുന്തച്ഛൻ, നിർമാല്യം, ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, അടിയൊഴുക്കുകൾ, സതയം, നഖശതങ്ങൾ, മുറപ്പെണ്ണ്, വാനപ്രസ്ഥം, നീലതാമര. 2024 വന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങളിൽ വരെ എം.ടിയുടെ വരികൾ തലമുറ മാറി മാറി വായിച്ചു. അത്രമേൽ പ്രിയപ്പെട്ടതും ജീവനുള്ളവയുമായിരുന്നു എം.ടിയുടെ ഓരോ കഥാപാത്രങ്ങൾക്ക്. പത്മഭൂഷൺ, ജ്ഞാനപീഠം, കേരള ജ്യോതി, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ എം.ടിയെ തേടിയെത്തി. മരണം പിറവി പോലെ തന്നെ ജീവിതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ്, ആഘോഷമാണ്. ഇനി ആ തൂലികയിൽ നിന്നും അത്ഭുതങ്ങൾ പിറക്കില്ല എന്നോർക്കുമ്പോൾ ഇന്നും മലയാളികൾക്ക് തീരാ നഷ്ടമായി എം.ടിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കും.